എല്ലാവർക്കും പുതിയൊരു കൊച്ചു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ വർഷം നമ്മൾ റിമോട്ടിൽ കൊണ്ട് ബൾബ് ഫാനൊക്കെ വർക്ക് ചെയ്യിക്കാനുള്ള ഒരു ഡിവൈസ് മേടിച്ചിട്ട് അൺബോക്സിങ് ചെയ്തിട്ട് പ്രവർത്തിപ്പിച്ച് കാണിച്ചിരുന്നു. ആ വീഡിയോ ഓൾറെഡി നമ്മുടെ ചാനലിൽ കിടക്കുന്നുണ്ട്. അത് കാണാത്തവർക്ക് ഒന്ന് പോയി കാണാം. ഇന്ന് നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെങ്ങനെ നമ്മൾ സ്വിച്ച് ബോർഡിലേക്ക് കണക്ട് ചെയ്യാമെന്നാണ് നമ്മൾ നോക്കുന്നത്. നമുക്ക് സ്വിച്ച് ബോർഡിലേക്ക് കൊടുക്കാൻ സിമ്പിളാണ്. എല്ലാവരും കൊടുക്കുന്നത് ശ്രദ്ധിക്കണം. മെയിൻ സ്വിച്ച് ഓഫ് ആക്കിയിട്ട് വേണം കൊടുക്കണം, അല്ലെങ്കിൽ ഒരു ടെക്നീഷ്യൻ്റെ സഹായം തരേണ്ടതാണ്. ഇതിലിപ്പോൾ വയറിന് ലെങ്ത്ത് കുറവായതുകൊണ്ട് തന്നെ ഞാൻ ഇതിൽ ചെറിയൊരു മോഡിഫിക്കേഷൻ വരുത്തുന്നുണ്ട്. എന്തായാലും നമുക്കിതൊന്ന് ഇച്ചിരി നല്ല ഒരു വയർ ക്വാളിറ്റി വയറിടാം. നിങ്ങൾക്ക് സാധാരണ രീതിയിൽ കൊടുക്കണേ അങ്ങനെ കൊടുത്താൽ ഇതൊന്ന് അഴിച്ച് കാണാം. നമുക്ക് ആദ്യം ഇതുപോലെ 10 ആംപിയറിൻ്റെ 4 റിലേ ആണ് ഇതിൽ വന്നിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ റിമോട്ട് സിഗ്നലും കാര്യങ്ങളും കണക്ട് ചെയ്യാനുള്ള ഒരു ബോർഡും സംവിധാനമൊക്കെ ഇത്രയേ ഉള്ളൂ. ഇതിൽ നമുക്കിതിൻ്റെ വയറുകളൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്തിട്ട് നല്ലതാക്കി എടുക്കാം. ഇത് നമ്മളിപ്പോൾ കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. എല്ലാ 4 കളർ കിട്ടിയില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഫേസും ന്യൂട്രലും കൊടുത്തു. അതേപോലെ യെല്ലോ, ബ്ലൂ, ഗ്രീൻ, യെല്ലോ എന്നുള്ള ഇതേ കൊടുത്തത്. ഇത് 4 എണ്ണമാണ് നമുക്ക് ഔട്ട്പുട്ട്. ബൾബിൻ്റെ ഫേസിലേക്കോ അല്ലെങ്കിൽ ഫാനിൻ്റെ ഏതിലേക്ക് ഫേസിലേക്ക് മാത്രം കൊടുത്താൽ മതി. നമുക്ക് സ്വിച്ചുകളിലാവുമ്പോൾ നമുക്ക് ഓൾറെഡി ന്യൂട്രൽ കണക്റ്റഡ് ആയിരിക്കുമല്ലോ. അപ്പോൾ നേരെ കൊടുത്താൽ ഇതിലൊരു ഇൻപുട്ടും മാത്രം കൊടുക്കാൻ മാത്രമേ നമുക്കുള്ളൂ. എന്നാൽ പിന്നെ അത് നമുക്ക് ബോക്സിലേക്ക് ആക്കാം. ഇത് നമുക്ക് സ്വിച്ച് ബോർഡ് ഇളക്കിയെടുക്കാം. അതും കൂടെ അയച്ചെടുക്കാം. ഇതിൽ നമ്മൾ ആദ്യം നമ്മുടെ ഇതിലേക്ക് ആവശ്യമുള്ള ന്യൂട്രൽ ഫേസും കൊടുക്കണം. അതിന് ഫേസ് നമുക്ക് ഇൻപുട്ട് വരുന്ന എവിടെയാണെന്നാണ് അത് നമ്മൾ കണ്ടെത്തേണ്ടത്. ടെസ്റ്റർ വെച്ചോ നോക്കാം. ഇത് സ്വിച്ചിലേക്ക് വരുന്ന ഫേസ്, ഇത് ലൈറ്റിലേക്കോ ഫാനിലേക്കോ അങ്ങനെയുള്ള ഏതെങ്കിലും സപ്ലൈയിലേക്ക് പോകുന്ന ഇത്. അപ്പോൾ അതങ്ങനെ നോക്കിയിട്ട് എടുത്താൽ മതി. അപ്പോൾ നമുക്ക് ഈ സ്വിച്ച് ഇപ്പോൾ ഓൺ ആയതുകൊണ്ടാണ്. ഓഫ് ആകുമ്പോൾ നമുക്ക് കാണാം ഇവിടെ മാത്രമേ ഉണ്ടാവുള്ളൂ, ഇവിടെ ഇല്ല. ഓക്കെ അല്ലേ? അങ്ങനെ നമുക്ക് ഫേസ് കണ്ടെത്താം. അവിടെ നിന്ന് ഫേസ് എടുക്കാൻ വെക്കാം. അതിനുശേഷം നമുക്ക് കാണേണ്ടത് ന്യൂട്രലാണ്. ന്യൂട്രലൊന്നും നോക്കണ്ട. ന്യൂട്രലിന് നമുക്ക് കണ്ടെത്താൻ വേണ്ടിയിട്ട് വയറ് ഒന്നില്ലെങ്കിൽ ഇങ്ങനെ ന്യൂട്രൽ ലിങ്ക് ഉണ്ടാവും, അല്ലെങ്കിൽ ഇത് കളർ കോഡിലാണെങ്കിൽ കറുപ്പിൽ കണക്ട് ചെയ്ത് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അല്ലെങ്കിൽ തന്നെ ഈ പ്ലഗിൻ്റെ നമ്മൾ അഭിമുഖമായിട്ട് നിൽക്കുമ്പോൾ, പ്ലഗിന് നേരെ നിൽക്കുമ്പോൾ ലെഫ്റ്റ് സൈഡിലായിട്ട് ന്യൂട്രൽ കണക്ട് ചെയ്തതായിട്ട് കാണാം. അല്ലെങ്കിൽ ടെസ്റ്റ് വെച്ചിട്ട് നമ്മൾ ആ പ്ലഗിലേക്കുള്ള സപ്ലൈ ഒന്ന് ഓണാക്കിയിട്ട് അതിൽ ഫേസ് എവിടെ കത്തുന്നതെന്ന് നോക്കുക. അതിൻ്റെ ഇപ്പുറത്തുള്ളതായിരിക്കും ന്യൂട്രൽ. അതായത് ഫേസ് എവിടെ കത്തുന്നതെന്ന് നോക്കുക, ആ പ്ലഗ് ഓൺ ആക്കിയിട്ട് അതിൻ്റെ ഇപ്പുറമുള്ളതായിരിക്കും ന്യൂട്രൽ. അപ്പോൾ നമുക്ക് ആദ്യം ഈ ഫേസ് ഇവിടുന്ന് എടുത്ത് കൊടുക്കാം, ന്യൂട്രൽ ഇവിടുന്നും കൊടുക്കാം. ഓക്കെ, ഇതൊക്കെ നിങ്ങൾ ചെയ്യുമ്പോൾ ശ്രദ്ധിച്ച് ചെയ്യുക. മെയിൻ സ്വിച്ച് ഓഫ് ആക്കിയിട്ട് ചെയ്യുക കണക്ഷൻ കൊടുക്കുമ്പോൾ. അപ്പോൾ നമ്മൾ ഇതിലേക്ക് കൺട്രോളറിലേക്കുള്ള പോസിറ്റീവ് ഇതെങ്ങനെ കൊടുത്തു. ഫേസ് അതായത് സ്വിച്ചിലേക്ക് വരുന്നിടത്ത്, സ്വിച്ചിൽ നിന്ന് ഔട്ട് പോകുന്നിടത്തേക്കല്ല, അത് നോക്കി കൊടുത്തു. അതേപോലെ ഇതിലേക്ക് ന്യൂട്രൽ വരുന്നത് നമ്മൾ ചെക്ക് ചെയ്തു. പ്ലഗിൻ്റെ ഈ സൈഡിൽ നിന്ന് അതിൽ നിന്ന് ന്യൂട്രലിലേക്കും കൊടുത്തു. ഇപ്പോൾ ഇത് ചാലുമായി. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇതിൽ 4 ഡിവൈസ് നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാമല്ലോ. അതിലേത് ഡിവൈസ് വേണമെന്നാണ് നമ്മൾ നോക്കുന്നത്. ആദ്യം ഈ ഒരു ലൈറ്റ്, ഈ കാണുന്ന ഈ ഒരു ലൈറ്റും, പിന്നെ സെക്കൻഡ് ഈ ഒരു ലൈറ്റും, പിന്നെ ഈ ഇടനാഴിയിലേക്ക് പോകുന്ന
ഒരു ലൈറ്റും കൂടെ ഉണ്ട്, അതും കൂടെയാണ് ഇതിലേക്ക് ഇപ്പോൾ കൊടുക്കുന്നത്. പിന്നെ ഈ ഒരു ജസ്റ്റ് ഒന്ന് പ്ലഗിലേക്ക് കണക്ട് ചെയ്തിടാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതിൽ ഫേസ് ഇതാ വന്ന് കയറുന്നത് കാണാം, ഇതാ വന്ന് സ്വിച്ചിലേക്ക് വരുന്നു. ഇത് ലൈറ്റിലേക്ക് അല്ലെങ്കിൽ ഫാനിലേക്ക് ഇതിലേക്കും സ്വിച്ച് ഔട്ട് പോകുന്നു. ഇതിലേക്കാണ് നമ്മൾ ഓരോ ചാനലുകൾ എടുത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാനത് കൊടുക്കട്ടെ. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഇതിലേതാ പോസിറ്റീവ് നമ്മൾ കൊടുത്തേക്കുന്നു, നെഗറ്റീവ് ഇവിടുന്ന് കൊടുത്തു. പിന്നെ ഒരു ലൈറ്റിൻ്റെ ഇതവിടെ നമ്മൾ കൊടുത്തിരിക്കുന്നു. അതേപോലെ ലൈറ്റിൻ്റെ ഔട്ട് വരുന്നിടത്ത് 2 കൊടുത്തു. മൂന്നാമത്തെ ഇതവിടെ നീല വയർ വേഗം ഇതും കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ 3 ലൈറ്റുകളാണ് ഇതിൽ ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത്. അതിനുശേഷം നമുക്ക് ഈ ബോക്സ് അടയ്ക്കാം. ചെക്ക് ചെയ്യേണ്ട കാര്യം മാത്രമേ നമുക്കുള്ളൂ. അപ്പോൾ അത് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. ഇനി നമ്മൾ ഓരോ സ്വിച്ചുകളും ഓഫാക്കി വെക്കാം. എല്ലാം ഓഫാക്കി ഇനി റിമോട്ടിൽ നമുക്കൊന്ന് ഓപ്പറേറ്റ് ചെയ്യാം. ഇനി എ നോക്കാം, ഏത് കണക്ഷൻ കൊടുത്തിട്ടില്ല. ബി അത് ഇതിൽ ഇടനാഴിയിലാണ്, അത് ഓഫായി. ഇനി ഇതാ ഹോൾഡ്